അഫ്ഗാനിസ്ഥാനുമായി ശനിയാഴ്ച തുടങ്ങാനിരിക്കുന്ന ഏക ടെസ്റ്റിനായുള്ള പടയൊരുക്കം ടീം ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂ ചണ്ഡീഗഡിലെ മുള്ളൻപൂരിലാണ് ഈ പോരാട്ടം നടക്കാനിരിക്കുന്നത്. അതിനുശേഷം 3 ഏകദിനങ്ങളിലും ഇരു ടീമുകളും പോരടിക്കും. തുടർന്ന് ഈ മാസം അവസാനത്തോടെ അയർലൻഡിലേക്കാണ് ഇന്ത്യ പറക്കുക. ഈ മാസം 26, 28 തീയതികളിലായി 2 T20കളാണ് ഇന്ത്യ അവിടെ കളിക്കുന്നത്. ഈ പരമ്പരയ്ക്കുള്ള ടീമിനെ അധികം വൈകാതെ തന്നെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. പുതുമുഖങ്ങൾ ഉൾപ്പെടുന്ന ഒരു യുവനിരയെയാണ് ഇന്ത്യ അവിടേക്ക് അയക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ IPLൽ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയ ചില താരങ്ങളെയും സ്ക്വാഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ പ്രതീക്ഷിക്കാവുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ പരിശോധിക്കേണ്ടതായുണ്ട്. അയർലൻഡ് പര്യടനത്തിനായി ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കും മുൻപ് സെലക്ടർമാരെ തന്നെ ശരിക്കും പറഞ്ഞാൽ കുഴപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ക്യാപ്റ്റൻസി ചുമതല ആരെ ഏൽപ്പിക്കുമെന്നതാണ്. സ്ഥിരം നായകൻ സൂര്യകുമാർ യാദവ് ഈ പരമ്പരയിൽ ടീമിന്റെ ഭാഗമാവാനുള്ള സാധ്യത തീരെ കുറവാണ്. ബാറ്റിംഗിൽ മോശം ഫോമിലൂടെ കടന്നു പോകുന്ന അദ്ദേഹത്തെ പരമ്പരയിൽ നിന്നും മാറ്റി നിർത്തിയേക്കും എന്നാണ് കരുതപ്പെടുന്നത് തന്നെ. നിലവിൽ അക്ഷർ പട്ടേലാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനെങ്കിലും അദ്ദേഹത്തിന് നായകസ്ഥാനം നൽകാൻ സെലക്ഷൻ കമ്മിറ്റിക്ക് താല്പര്യമില്ല. നിലവിൽ പ്രധാനമായും 2 താരങ്ങളുടെ പേരാണ് നായകസ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. ഒരു മലയാളി സൂപ്പർ താരവും ഇപ്പോൾ ടീമിലെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണും. രണ്ടാമത്തെ ഓപ്ഷനായി പരിഗണിക്കുന്നത് മറ്റൊരു വിക്കറ്റ് കീപ്പറായ ഇഷാൻ കിഷനെയാണെന്നാണ് വിവരം. നേരത്തെ ശ്രേയസ് അയ്യർ പുതിയ T20 ക്യാപ്റ്റനായേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും കോച്ച് ഗൗതം ഗംഭീറിനോട് താല്പര്യമില്ല. എന്നാൽ സഞ്ജുവിനെ നായകനാക്കുന്നതിനോട് അദ്ദേഹത്തിന് അനുകൂല നിലപാടാണ് ഉള്ളത്. പക്ഷേ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറിന് ഇതിനോട് അത്ര താല്പര്യവുമില്ല. ഇത് സംബന്ധിച്ചിട്ട് ക്യാപ്റ്റൻസി മോഹങ്ങളെയും ബാധിച്ചേക്കും. അങ്ങനെയെങ്കിൽ തന്നെ ഇഷാൻ ആയിരിക്കും ക്യാപ്റ്റനായി നറുക്കുവീണേക്കുക. ഇന്ത്യൻ ടീമിൽ ബാറ്റിംഗിലും ബൗളിംഗിലുമെല്ലാം ചില പുതുമുഖ താരങ്ങളെ അയർലൻഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ആദ്യത്തെയാൾ 15-കാരനായ ക്രിക്കറ്റിലെ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശിയാണ്. ഇത്തവണ IPLൽ 776 റൺസുമായി ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയതോടെ വൈഭവിന് സീനിയർ ടീമിലേക്ക് വിളിയെത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട്. വൈഭവിനെ കൂടാതെ ബാറ്റർമാരിൽ ഇന്ത്യൻ ടീമിലേക്ക് വരാനിടയുള്ള അടുത്തയാൾ രജത് പാട്ടിദാർ ആണ്. പ്രായം 30 കടന്നെങ്കിലും അദ്ദേഹം ഇനിയും T20യിൽ ഇന്ത്യക്കായി കളിച്ചിട്ടില്ല. ഇത്തവണ അയർലൻഡിൽ ഇത് സംഭവിച്ചേക്കുകയും ചെയ്യും. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ തുടർച്ചയായി 2ാം തവണയും IPL ചാമ്പ്യന്മാരാക്കിയതോടെ പാട്ടിദാറിന്റെ താരമൂല്യവും ഇരട്ടിയായിരിക്കുകയാണ്. 500+ റൺസുമായി അദ്ദേഹം ബാറ്റിംഗിലും കസറുകയും ചെയ്തു. ഫാസ്റ്റ് ബൗളർ പ്രിൻസ് യാദവാണ് ഈ പരമ്പരയിലൂടെ അരങ്ങേറിയാക്കാവുന്ന 3ാമത്തെ താരം. ലക്നൗ സൂപ്പർ ജയൻസിനായി IPLൽ ഒരിക്കൽ കൂടി മിന്നുന്ന പ്രകടനമാണ് അദ്ദേഹം നടത്തിയതെന്നും അറിയുന്നു.